കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും, അമ്മോന്യരുടെ ആക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. എൻ്റെ പ്രിയ ദൈവമക്കളെ, 4-ാം തലമുറ, അബ്രഹാം കഴിഞ്ഞിട്ട് 4-ാം തലമുറയെക്കുറിച്ച് കർത്താവ് ഇവിടെ അബ്രഹാമിനോട് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ സന്ദർഭം എന്തെന്ന് വെച്ചാൽ, ഈ 15-ാമത്തെ അധ്യായം നാം വായിച്ചു തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് കാണാം, സ്വപ്നത്തിൽ കൂടെ ഈ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ നാം അതിൻ്റെ ഒരു 7-ാമത്തെ വാക്യം തൊട്ട് നാം വായിക്കുമ്പോൾ അവിടെ കാണുകയാണ്, കർത്താവ് അബ്രഹാമിനോട് പറയാണ്, നീ പാർക്കുന്ന ഈ ദേശം ഞാൻ നിൻ്റെ സന്തതിക്ക് തരും എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം തിരിച്ച് കർത്താവിനോട് ചോദിക്കുകയാണ്. നാം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, എനിക്ക് എന്തോന്നിനാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഈ നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശത്തെ തരും എന്നുള്ളതിനെ ഞാൻ എങ്ങനെ അറിയും എന്ന്. അപ്പോൾ ദൈവം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവനോട് യാഗം കഴിക്കുവാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഒരു പശുക്കുട്ടി കിടാവിനെയും ഒരു കോലാട്ടുകുട്ടിയെയും എല്ലാം കൊണ്ടുവന്ന് അവൻ യാഗം കഴിച്ചു. അപ്പോൾ യാഗം കഴിഞ്ഞപ്പോൾ ആ ഒരു സന്ധ്യാസമയമായപ്പോൾ അബ്രഹാമിന് ചെറിയൊരു ഉറക്കം വന്നു. അവൻ അങ്ങനെ കിടന്നപ്പോൾ അവർ പറയാണ്, നിൻ്റെ തലമുറ 400 വർഷം അന്യദേശത്ത് അടിമകളായി പാർക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അടിമകളായി പാർത്തിട്ട് അവർ അവിടെ പീഡിപ്പിക്കപ്പെടും. അത് കഴിഞ്ഞതിന് ശേഷം അവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വലിയ സമ്പത്തോടുകൂടെ അവർ തിരിച്ചു വരും. നീയോ നല്ല വാർദ്ധക്യത്തിൽ മരിച്ച് അടക്കപ്പെടും, 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം മോശയുടെ കാലത്ത് ഫറവോൻ്റെ രാജ്യത്തിൽ ജോസഫ് മുഖാന്തരം പോയി അവിടെ കഷ്ടപ്പെട്ട ഇസ്രായേൽ ജനങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അന്ന് ഒരിക്കൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ആ ഒരു വാഗ്ദത്തമാണ്, അല്ലെങ്കിൽ ആ വാക്കാണ് പിന്നത്തേയിൽ തൻ്റെ തലമുറയായ യാക്കോബിൻ്റെ കാലത്ത് നടന്നത്. അപ്പോൾ അങ്ങനെ അവർ അവിടെ 400 വർഷം അവർ അടിമയായി പാർത്തിട്ട് തിരിച്ചവർ കാനാനിലേക്ക് മടങ്ങി വന്നു. അതേപോലെ എൻ്റെ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൻ്റെ വാക്കിനെ വിശ്വസിച്ച്, വചനങ്ങളനുസരിച്ച് നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ നിർബന്ധമായിട്ടും ദൈവം കൈവിടത്തില്ല. തലമുറകൾക്ക് ഇരിക്കുന്ന അനുഗ്രഹം വരെ അവരോട് ദൈവം പറയും. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഒന്നും ഞാൻ ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഒന്നും കൂട്ടിവെക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തും ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നടന്ന് വിശ്വസ്തമായിട്ട് വേല ചെയ്ത് ദൈവത്തിന് വേണ്ടി നാം നടക്കുമ്പോൾ നമ്മുടെ തലമുറകളെ വരെ കരുതുന്ന ദൈവമാണ്. അപ്പം 4-ാം തലമുറ വരെ ഉള്ള കാര്യം അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു എങ്കിൽ, നമ്മുടെ വിശ്വാസികളായ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നിർബന്ധമായിട്ടും നമ്മുടെ തലമുറ കർത്താവ് കരുതുക തന്നെ ചെയ്യും. അതായതുകൊണ്ട് മക്കളുടെ ഇന്നത്തെ നില, അല്ലെങ്കിൽ മക്കൾ ഇന്ന് കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ മക്കളുടെ ആ ഒരു വിഷമഘട്ടങ്ങൾ, അല്ലെങ്കിൽ രോഗം, അല്ലെങ്കിൽ മക്കളില്ലാതിരിക്കുന്നത്, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാതിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളധികം വ്യാകുലപ്പെടേണ്ട. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, കർത്താവ് 4-ാം തലമുറയ്ക്ക് വരെ ഒരു ഭക്തന് വേണ്ടി കരുതിയെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതാതിരിക്കുമോ? ദൈവം കരുതുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമായ ഈ സമയത്ത് മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ മക്കൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. തൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒന്നും കരുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ താങ്കൾ കരുതിയതെല്ലാം പലിശയ്ക്ക് കൊടുത്തും, അല്ലെങ്കിൽ പലിശ കൊടുത്തും കവർച്ചക്കാർ കൊണ്ടുപോയും എല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ചതൊക്കെ രോഗാവസ്ഥയിലെല്ലാം
തീർന്നുപോയി എന്ന വേദനയോട് ഇങ്ങനെ പല വിധങ്ങളിൽ തങ്ങളിൽ ഒന്നുമില്ല, തങ്ങളുടെ തലമുറയ്ക്ക് വെച്ചിട്ട് പോകാൻ ഒന്നുമില്ലെന്ന് കരയുന്ന നിൻ്റെ മക്കൾക്ക് കർത്താവെ നീ ഇന്നൊരു സന്ദേശം കൊടുത്തിരിക്കുകയാണ്. 4ാം തലമുറ വരെ കരുതുന്ന എൻ്റെ ദൈവം കർത്താവെ ഇന്ന് വിശ്വാസത്തോടെ ആരൊക്കെ തൻ്റെ മക്കളുടെ ഭാവി കാലങ്ങളെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവോ കർത്താവെ അവർക്കെല്ലാം അനുഗ്രഹത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് തലമുറകളെ കർത്താവെ നീ അനുഗ്രഹിച്ച് സ്ഥലം പോരാതവണ്ണം നന്മകളാലെ നീ നിറച്ച് അവിടെ കടം കാര്യങ്ങൾ പ്രശ്നങ്ങൾ അവിടെ ജീവിതത്തിൻ്റെ സകലവിധ കർത്താവെ സകലവിധ വേദനകളെയും മാറ്റി സന്തോഷത്താൽ കർത്താവ് ഒരു വിശ്വാസത്താൽ മനനിറവോടെ നീ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.